നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതെന്റെ അനന്തരവനാ. എന്താണെന്ന് വെച്ചാ ഇവൻ പറയുന്ന പോലെ ചെയ്തു കൊടുത്തേക്ക്. ശരി സാർ. അല്ല, സെക്രട്ടറി അകത്തുണ്ട് സാർ. അമ്മാവൻ പറഞ്ഞ കേട്ടല്ലോ. കേട്ടു സാർ. ഇനി ഞാൻ പറയുന്നത് താൻ കേൾക്കണം. ശരി സാർ. വിവാഹം നടന്നവരുടെ ആധാർ കാർഡ്, വിവാഹം നടന്നതിന്റെ പത്രം, വധൂവരന്മാരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വിവാഹ ഫോട്ടോ ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അത് ശരി. അപ്പൊ തനിക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യണ്ടേ? അയ്യോ സാറേ, ഞാൻ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വന്നതല്ല. പിന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ വന്നതാണോ? അല്ല സാർ, ഞാൻ നടക്കാൻ പോകുന്ന ഒരു വിവാഹ രജിസ്ട്രേഷനെ കുറിച്ച് സംസാരിക്കാൻ വന്നതാ. നടക്കാൻ പോകുന്ന വിവാഹ രജിസ്ട്രേഷനെ കുറിച്ച് സംസാരിക്കാൻ വന്നതാണെന്നോ? ഇയാളാള് കൊള്ളാലോ. സംസാരിക്കുന്നതിനിടയിൽ സാറിന് കുടിക്കാൻ ചായയോ കോഫിയോ വല്ലതും വേണോ? ഒരു കോഫി ആവാ. മര്യാദക്ക് ഇറങ്ങി പൊക്കോണം. മനുഷ്യനോട് 100 കൂട്ടം ജോലിയുള്ളതാ. അതിനിടയ്ക്ക അവന്റെ ഒരു സമയം മെനക്കെടുത്തല്. ഇറങ്ങി പോണം മിസ്റ്റർ. സാറിങ്ങനെ ചൂടായാലും എങ്ങനെയാ? അല്ല, ഞങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ ഓഫീസിനെ തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പോ ജനങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരാനും നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? നിങ്ങൾക്ക് ശരിക്കും എന്താ വേണ്ടേ? സാറിനും കൂടെ ഉപകാരമുള്ള ഒരു കാര്യ എനിക്ക് വേണ്ടത്. എന്ത് കാര്യം? ഈ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ഇവിടെയല്ലേ? അതെ, ഇവിടെ. എനിക്ക് അതിന്റെ ചാർജ്. സാറേ, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നിവിടെ വിവാഹം രജിസ്റ്റർ ചെയ്യാനേ ഒരു കൂട്ടര് വരും. ആ വിവാഹം സാറ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കരുത്. എന്നിട്ട് വിവാഹ രജിസ്ട്രേഷൻ സാറ് മുടക്കി തന്ന സാറ് പറയുന്ന എമൗണ്ട് ഞാൻ തരാം. ഡോ, താൻ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുന്നതേ ആരെങ്കിലും കേട്ടോണ്ടല്ലോ, അത് മതി എന്റെ പണി പോവാൻ. എന്റെ കഞ്ഞിൽ മണ്ണ് വാരിയിടാതെ ഒന്ന് ഇറങ്ങി പോടോ. സാറെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാന്നേ. തനിക്ക് ഞാൻ പറയുന്നത് അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്താ വകുപ്പ് ഏതാണെന്ന് അറിയാലോ. എന്റെ സാറേ, ഈ വാശി ശരിയല്ല കേട്ടോ. സാറ് പറയുന്നത് കേട്ടാ തോന്നും ഇതെന്തോ തട്ടിപ്പോ വെട്ടിപ്പോണെന്ന്. ഒരു വിവാഹ രജിസ്ട്രേഷൻ മുടക്കാൻ ഇത്രയ്ക്ക് ഡിമാൻഡോ? അല്ല, നീ എന്താ ഇവിടെ? അമ്മാവ, അത് അമ്മാവനൊന്നും വന്നേ. എന്താടാ? അമ്മാവ, അത് ഞാനൊരു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വന്നതാ. രജിസ്ട്രേഷനോ? എന്ത് രജിസ്ട്രേഷൻ? അതമ്മാവ, എന്റെ ഫ്രണ്ടിന്റെ ഒരു കാര്യത്തിന് ഞാനൊരു സഹായത്തിനായി വന്നതാ. എന്നിട്ട് ഫ്രണ്ട് അവിടെ? അവൻ പുറത്തുണ്ട്. അമ്മാവ, രജിസ്ട്രേഷന്റെ കാര്യം ഇന്ന് തന്നെ നടത്താൻ അമ്മനൊന്ന് റെക്കമെൻഡ് ചെയ്യാമോ? അവന് നാളെ ഹൈദരാബാദ് പോകേണ്ടതാ. തരികടയൊന്നുമില്ലല്ലോ? അയ്യോ, അല്ല അമ്മാവ. ഇതെന്റെ അനന്തരവനാ. എന്താണെന്ന് വെച്ചാ ഇവൻ പറയുന്ന പോലെ ചെയ്തു കൊടുത്തേക്ക്. ശരി സാർ. അല്ല, സെക്രട്ടറി അകത്തുണ്ട് സാർ. അമ്മാവൻ പറഞ്ഞ കേട്ടല്ലോ. കേട്ടു സാർ. ഇനി ഞാൻ പറയുന്നത് താൻ കേൾക്കണം. ശരി സാർ. ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടടാ, നിങ്ങൾ നടക്ക്. ചെല്ല് ചെല്ല്. സാറേ, നമസ്കാരം. നമസ്കാരം. രാമകൃഷ്ണൻ വിളിച്ച് പറഞ്ഞിരുന്നില്ലേ കുട്ടികളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന കാര്യം? അതെ. ഇതെന്റെ മകൻ രാജു, ഇത് മരുമകൾ ഋതിക വർമ്മ. വിവാഹം ഏത് ക്ഷേത്രത്തിൽ വെച്ച് നടന്നു എന്നാ പറഞ്ഞേ? ഇവിടെ കാവുംപടിയിൽ ക്ഷേത്രത്തിൽ വെച്ച്. രാമകൃഷ്ണനോട് ഞാൻ പറഞ്ഞിരുന്ന ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടില്ലേ? ഓ സാർ.
ഡോക്യുമെന്റ്സും ഈ വെഡിങ് ലെറ്റർ എല്ലാം ഉണ്ട്. വിവാഹ ഫോട്ടോ? അച്ഛാ ഫോട്ടോ കവറിലുണ്ട്. ഈശ്വര, ജീവിതത്തിൽ ഇന്ന് വരെ കള്ളം ചെയ്തിട്ടില്ല, എന്നോട് ക്ഷമിക്കണേ. എന്താ മുഖമല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇത് ക്ഷേത്രത്തിൽ വെച്ചെടുത്ത ഫോട്ടോ അല്ലല്ലോ. അതെ സാർ. ഞാൻ എന്താണോ കണ്ണൂട്ടനാണോ? ഇത് വീടിനകത്ത് വെച്ചെടുത്ത ഫോട്ടോ ആണെന്ന് കണ്ടാൽ അറിയാലോ. വീടിനകത്തോ? സാരെന്തായി പറയുന്നത്? അങ്ങനെ നുണവരുടെ കാര്യം ഞങ്ങൾക്കില്ലല്ലോ. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞെന്നാ ഈ ഡോക്യുമെന്റ്സിലുള്ളത്. വിവാഹം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങളെന്താ എത്രയും താമസിച്ചത്? അത് വിവാഹം കഴിഞ്ഞിട്ട് പിന്നീട് ആകട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നീണ്ടങ്ങ് പോയി. അതുകൊണ്ടാ, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള ധൃതിയും നിങ്ങളുടെ വരവും ഈ ചേട്ടന്റെ ആദ്യം പരവേശമൊക്കെ കാണുമ്പോ എനിക്ക് എന്തോ ഒരു പന്തിയോട് തോന്നുന്നു. സത്യം പറയേ, ഇവര് തമ്മിലുള്ള വിവാഹം നടന്നു തന്നെയാണോ? അതെന്താ സാറേ അങ്ങനെ ചോദിച്ചേ? ഈ വിവാഹം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഉദ്യോഗസ്ഥൻ നിലവിൽ ഞാനാ. പക്ഷേ എനിക്ക് ഇവരുടെ വിവാഹം നടന്ന് യാതൊരു വിശ്വാസവുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ താലൂക്ക് രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം രജിസ്റ്റർ ചെയ്യാം. ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്ത് കൊടുത്ത് ഒരു 15 ദിവസം കാത്തിരിക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾ ആ വഴിക്കൊന്ന് ട്രൈ ചെയ്യൂ. സാറേ, അങ്ങനെ പറയരുത്. ഇതെന്റെ മോന്റെ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയാ. സാറ് ഞങ്ങൾ കൈവിടരുത്. എത്രയും വേഗം ഈ വിവാഹം രജിസ്റ്റർ ചെയ്ത് തന്നാ ഞങ്ങൾക്ക് ഇവർ രണ്ടാളെയും വിദേശത്തേക്ക് അയക്കായിരുന്നു. ഓ, അത് ശരി. അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് ഉദ്ദേശം. ഫാമിലി വിസയ്ക്ക് വേണ്ടിയുള്ള ഉടായിപ്പാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.